ഇതിൽ മാത്രമല്ല, ഇപ്പുറത്തെ ഒരു ഓട്ടോറിക്ഷ പാർക്കിംഗ് ഉണ്ട് ഞങ്ങളെ ഇപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ. അവിടെ സ്ഥിരം ജാമാണ്, ഓട്ടോറിക്ഷ കൊണ്ട് നീളത്തിൽ ക്യൂ ആണ്. അവിടെ ബാക്കി പിന്നെ ടൂ വീലേഴ്സൊക്കെ നിർത്തിയിട്ടുണ്ടാകും, കടയിലേക്ക് പോകുന്നവരും കടക്കാരൻ്റെതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ദിവസം മിക്കവാറും അവിടെ ഇത് നടക്കാറുള്ളതാണ് പ്രശ്നങ്ങൾ. അതിന് മുമ്പ് ഈ മീറ്റർ ചാർജിൽ കൂടുതൽ വാങ്ങുന്നതിനും അതുപോലെ തന്നെ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിക്കാത്തതിനൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഒരു ഓട്ടോക്കാരൻ്റെ കൈകാര്യം ചെയ്യുമ്പോൾ. ഒറ്റയടി അടിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ അമ്മ എൻ്റെ സാരി തലപ്പ് വൈകുന്നു പിടിച്ച് കളിക്കുക, എന്താ നീ കാണിക്കുന്നത്, ആളുകളെ അടിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അമ്മേനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം ആ സമയത്ത്. അപ്പോൾ ഇത് സാധാരണ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഞാനെല്ലാത്തിനും പ്രതികരിക്കാറുണ്ട്. അത് പ്രതികരണം ആദ്യം നമ്മളെ ബ്ലഡിലുണ്ട്. എൻ്റെ കുടുംബത്തിൽ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു ഇത് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ഗൈഡ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അവബോധമൊക്കെ നമുക്കുണ്ടല്ലോ. അവരൊരു ക്ലാസ്സും കാര്യങ്ങളും അതിൽ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. പിന്നീട് ഞാനൊരു പൊളിറ്റിക്സിലുണ്ടായിരുന്നു. അതിൽ നമ്മളിത് തന്നെയാണല്ലോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സമത്വം, അതിൻ്റെ പേര് അങ്ങനെയുള്ള ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ താല്പര്യത്തിരുന്ന ഒരാളാണ്. അമ്മ, ഈ ഇരുചക്ര വാഹനക്കാർക്ക് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഒരു പരസ്യം വെച്ചാലോ? പ്രഭാവതി അമ്മ റോഡിലുണ്ട്, ടൂ വീലേഴ്സ് സൂക്ഷിക്കുക. അമ്മ എന്താ ജോലി ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല. ആരോ ഒന്ന് കമന്റ് ഇട്ടു അങ്ങനെ. ആണോ? ജോലി ഇപ്പൊ ഒന്നുമില്ല, എനിക്ക് 73 വയസ്സായി. എന്തോ ഹോസ്റ്റൽ വാർഡൻ എന്തോ മറ്റോ ആയിരുന്നില്ലേ? പിള്ളേരെയൊക്കെ ഭയം അടുപ്പിച്ചില്ലേ? 1900 ഹോസ്റ്റൽ വാർഡനായിരുന്നു. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്കിംഗ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എറണാകുളത്ത് ഇപ്പം ന്യൂവാൽസ് എന്ന് പറയുന്ന അന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു, മറ്റേ ഇവരെ ബാർ കൗൺസിൽ നടത്തുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്നു ഒരു 3 വർഷം. അമ്മക്ക് സുഖമില്ലാത്തപ്പോൾ തിരിച്ചു വന്നതാണ്. ഇവിടെ കോഴിക്കോട് 3 വർഷം. ഇപ്പോൾ ലോക്ക്ഡൗണിലാണ് അത് പൂട്ടി പോരേണ്ടി വന്നപ്പോൾ ഞാൻ പിരിഞ്ഞു പോന്നു. അപ്പോൾ പിന്നെ വയസ്സായപ്പോൾ പിന്നെ എന്നെ വീണ്ടും വിളിച്ചിരുന്നു പലരും. എനിക്ക് ഇന്നത്തെ കുട്ടികളെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അവരെ മേടിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കുറച്ചല്ല, ഞാൻ അവിടെ തന്നെ കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്. കാരണം പല വിധത്തിലാണല്ലോ, ലഹരി മുതൽ അങ്ങോട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക്. പിന്നെ ഞാൻ പോലീസ് കേസ് വരെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു കുട്ടി എൻ്റെ പേരിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് വാർഡൻ വേണ്ട, അവർക്ക് ഇതൊന്നും വേണ്ട, അവർ വീട്ടിൽ തന്നെ വളരെ വിശാലമായി ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് 73 വയസ്സായതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ പേറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒഴിവായിരിക്കുകയാണ്. ഇപ്പോൾ സ്വസ്ഥമാണ്. പിന്നെ ഞങ്ങൾ അയൽക്കൂട്ടമുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ വിഷയം തന്നെ ഞാനിപ്പോൾ ഇന്ന് ഞങ്ങൾ അയൽക്കൂട്ടം ചെയ്തതാണ്. അപ്പോൾ അതിൽ വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇത് വൈറലായത്. ഞങ്ങൾ അംഗങ്ങളോട് കുറച്ച് സംസാരിച്ചത്, നമുക്ക് ടേക്കപ്പ് ചെയ്തൊരു പോലീസ് കമ്മീഷണറെ പോയി കാണണം, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം എന്ന് പറയാനിരുന്നതാണ്. അപ്പോഴത്തേക്ക് ഇത് വൈറലായിപ്പോയി. അപ്പോൾ ഇപ്പോൾ വൈറൽ പ്രഭയാണ് ഇപ്പോൾ. അമ്മ, ഇപ്പോൾ ഈ പിള്ളേരുടെ ഇടയിൽ ഈ ഹോസ്റ്റൽ വാർഡനായിട്ട് നിൽക്കുമ്പോഴേ അമ്മ ടെററായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ പോസ്റ്റ് ചെയ്തൊരു സാധനം അമ്മ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, നടപ്പാതകൾ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ളതെന്ന് പ്രഭാവതി അമ്മ തർക്കിക്കുന്ന കാര്യം പറഞ്ഞു. വാഹനങ്ങൾ റോഡിലൂടെ മാത്രം പോകണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ. ഇപ്പോൾ അതെ, അല്ല, ഹോസ്റ്റലിൽ എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തവർ മുതൽ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റുമാർ, അങ്ങനെ പലതിൻ്റെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്. തിരുവനന്തപുരത്തുള്ളവരൊക്കെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ വാർഡനെ അവർക്കറിയാം, വാർഡനെ അത് നമ്മളെ വാർഡനാണ് നമുക്ക് പറയാം എന്ന് അവരെന്നെ കൊണ്ട് പറയുകയാണ്. അത്രയും ഇതിലാണ് ഞാൻ അവരായിട്ട്, കുട്ടികളായിട്ട് നല്ല ബന്ധമാണ്. അതേസമയം റൂൾസ് തെറ്റിച്ചാൽ അത് നല്ല ഷാർപ്പാവും തന്നെയാണ്. അമ്മ, ഒരു കാര്യം കൂടി, നമ്മുടെ ഈ കക്ഷിയോട് പിറകോട്ട് ഇങ്ങനെ പൊക്കോളാൻ പറഞ്ഞല്ലോ, പിന്നോട്ട് എടുത്തോളാൻ പറഞ്ഞ സമയത്ത് അമ്മ പേടിച്ചിരുന്നോ അതോ അമ്മ ടെററായിട്ട് തന്നെ അങ്ങ് വിലസുകായിരുന്നു? വിളയാടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വിളയാടികളെന്ന് അമ്മ. അത് നമ്മൾ മുന്നോട്ട് വെച്ച കാലിൽ വിജയം കണ്ടേ പിന്നോട്ട് എടുക്കാറുള്ളൂ. അതിനനുസരിച്ച് തന്നെ ഞാൻ മൂവ് ചെയ്യാറുള്ളൂ. അതിൽ പിന്നെ എനിക്ക് ആര് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെന്നൊന്നും ഞാൻ നോക്കാറില്ല. അതിലെന്ത് വന്നാലും അതാണല്ലോ, ഞാൻ അതിൻ്റെ മുന്നിൽ തന്നെ ടയറിൻ്റെ മുന്നിലാണ് എൻ്റെ കാലുള്ളത്. എടുക്കട്ടെ എന്നുള്ളൊരു രൂപത്തിൽ തന്നെ ആരെങ്കിലും ഒരാൾ വേണമല്ലോ ഇത് പറയാൻ. പക്ഷെ അതുകൊണ്ടൊന്നും ഇന്നത്തെ ഒരു മാറുന്ന എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ ഏർപ്പെട്ടൊരു കാര്യം അന്നേരം അതൊരു വിജയത്തിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അമ്മ, ഒരു കാര്യം കൂടി, നമ്മുടെ ഇപ്പോൾ ഈ ചിലപ്പം ആ പുറകോട്ട് പോയ മനുഷ്യനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ, ഹെൽമെറ്റൊക്കെ ഇട്ട് മുഖം മറച്ച മനുഷ്യൻ, അയാളിപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന കാണുന്നുണ്ടാവും. ചെറുപ്പക്കാരനൊന്നല്ല ഇത് ചെറുപ്പക്കാരനല്ലായിരുന്നു, കുറച്ച് പ്രായമുള്ള ആളാ. അപ്പൊ അയാളിപ്പം വളരെ വിഷമിച്ച് തലകുറിച്ചിരിക്കുകയായിരിക്കും. അമ്മ അയാളോട് എന്താ പറയാ? അയ്യോ,
അയാൾ അങ്ങനെ തലമുന്നിച്ചിരിക്കേണ്ട, കാരണം അയാളെ മുഖം കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ദോഷമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ആരെന്ന് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അയാളെ ബാക്കാണ് മറ്റേ റീലെടുക്കുന്ന ആൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാനിങ്ങനെ അഭിമുഖം അങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ടും അയാളുടെ ബാക്കുമായിട്ടാണല്ലോ ഒരു മുകളിലാണ് ചിത്രീകരിക്കുന്നത്. നേരെ സൈഡിൽ നിന്നൊന്നുമല്ല, ബാക്ക് ഭാഗമാണ് ആ ബിൽഡിങ്ങിൻ്റെ. എന്തായാലും അമ്മയ്ക്ക് എല്ലാവിധമായ ആശംസകളും. ഈ രംഗത്ത് കൂടുതൽ സാഹസിക പ്രകടനങ്ങൾ കൊണ്ട് ഈ ഇങ്ങനെ റോഡ് തെറ്റി വരുന്ന കാൽനട യാത്രക്കാരെ പിന്നോട്ട് മാറ്റാൻ അമ്മയുടെ യത്നങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. മാത്രമല്ല ഈ റീല് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന പയ്യൻസ് അമ്മയ്ക്കൊരു തംസപ്പ് കാണിച്ചെന്ന് പറഞ്ഞു. അതെ, അതിലൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത് ഇപ്പോഴെങ്കിലും ഒന്ന് എത്തിയല്ലോ, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ആ റീലെടുത്ത ആ ഒരു പയ്യനും ഞാൻ വളരെയേറെ നന്ദി പറയാണ്. അമ്മയാണ് തംസപ്പ് കൊടുത്തല്ലേ? നല്ലൊരു കാര്യമാണ്. പക്ഷെ അയാളും അറിയാതെ ഞാനും അറിയാതെ സംഭവിച്ചു എന്നുള്ളതാണ്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ഒരു മാർഗം വളരെ ഉപകാരമായി. മാധ്യമങ്ങൾ ഇതിന് വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളതിലും ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. വൈറലാക്കിയത് അഫൽ എന്ന് പറഞ്ഞ വീഡിയോ യൂട്യൂബ് ബ്ലോഗറാണെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും അമ്മ ഗംഭീരമായി. അമ്മ കൂടുതൽ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ വർദ്ധിത വീര്യത്തിൽ മുന്നോട്ട് പോവുക, ലക്ഷം പിന്നാലെ. ഓക്കെ, അമ്മയ്ക്ക് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്. അല്ല പിന്നെ അപ്പോൾ താങ്ക് യു അമ്മ. നമ്മൾ കോഴിക്കോട് വരുമ്പോൾ കാണാം. എന്തായാലും അമ്മയെ നമ്മൾ നേരിട്ട് കാണും. അമ്മയൊന്ന് കാണണം എനിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.